പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അവിടെ വലിയൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് മാത്രം അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു. അന്നത്തെ മന്ത്രിയായിരുന്ന രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അങ്ങോട്ട് ഒന്ന് പ്രവേശിക്കാൻ പോലും വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്ഥലം MLAക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്രൂരമായിട്ടാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വോട്ടുകൾ LDFിൽ നിന്ന് അകറ്റിയത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഈ പ്രചരണം കൊണ്ട് രണ്ട് നേട്ടമാണ് UDF ഉണ്ടായിട്ടുള്ളത്. ഒന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭരണവിരുദ്ധ വികാരമില്ലെങ്കിലും പിണറായി വിജയനോടുള്ള ചില എതിർപ്പുകൾ അത് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വന്നിരുന്നത്. പക്ഷേ എന്തിനാണ് പിണറായി വിജയനെ കുറ്റം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും അറിയില്ല. എന്നാൽ എല്ലാവർക്കും പിണറായി വിജയനോട് എതിർപ്പാണ്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDF 102 സീറ്റുമായിട്ട് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ CPMന്റെ ന്യൂനപക്ഷ വോട്ടുകൾ കുറയാൻ കാരണം എന്തായിരിക്കും? ന്യൂനപക്ഷ വോട്ടുകൾ CPMന് അല്ലെങ്കിൽ LDFന് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വളരെ ദയനീയമായൊരു പരാജയമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോഴിക്കോട് എളമരം കരീം ഉൾപ്പെടെയുള്ള, അതായത് കരീംക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങൾ ചെയ്തിട്ട് പോലും എളമരം കരീമിന് കോഴിക്കോട് പോലുള്ള ഒരു സ്ഥലത്ത് പരാജയം ഏൽക്കേണ്ടി വന്നത് LDFനെ സംബന്ധിച്ചിട്ട് LDF കരുതിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ തങ്ങളുടെ പക്ഷത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയിട്ടില്ലേ എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ട് തന്നെ പാർട്ടിക്കകത്തും LDFനകത്തും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി ലോക്സഭാ ഇലക്ഷന് ശേഷം ഡൽഹിയിൽ വെച്ച് ഹിന്ദുവിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ഒരു ജില്ല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജില്ല മലപ്പുറമാണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരികയുണ്ടായി. അതിനുശേഷം പിന്നീട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തി പറഞ്ഞു എങ്കിൽ തന്നെയും അത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുറിവ് നിസ്സാരമല്ല. അത് കൂടാതെ തന്നെ ADGP ആയിരുന്ന MR അജിത് കുമാർ ഒരു സ്വകാര്യ വ്യവസായിയുടെ വാഹനത്തിൽ RSS നേതാവിനെ കാണാൻ വേണ്ടിയിട്ട് പോയതിനെ ഒക്കെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ന്യൂനപക്ഷ സമൂഹങ്ങൾ മൊത്തത്തിൽ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അവിടെ വലിയൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് മാത്രം അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു. അന്നത്തെ മന്ത്രിയായിരുന്ന രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അങ്ങോട്ട് ഒന്ന് പ്രവേശിക്കാൻ പോലും വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്ഥലം MLAക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ചില സംശയത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുപോയി. അതുകൂടാതെ തന്നെ ഈ JDS എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് LDFിൽ തന്നെ നിൽക്കുന്നൊരു പാർട്ടിയാണ്. എന്നാൽ ഈ JDSൻ്റെ ദേശീയ നേതൃത്വം NDAയുടെ ഭാഗമായിട്ട് മാറിയിരുന്നു. NDAയുടെ ഭാഗമായിട്ട് JDS മാറിയതിന് ശേഷവും അവർ ആ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളുകളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവരെ അങ്ങനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ K കൃഷ്ണൻകുട്ടിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് വളരെ വലിയ രീതിയിലുള്ള ചില സംശയങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കാൻ വേണ്ടിയിട്ട് കാരണമായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിന് ഒരു വോട്ട് പോയി. ഈ ഒരു വോട്ട് പോയത് ആരുടെ വോട്ടാണ് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് മാത്യു ടി തോമസിൻ്റെ വോട്ടാണ് പോയത് എന്നുള്ള രീതിയിൽ വ്യാപകമായ പ്രചരണങ്ങൾ ഇവിടെ ഉണ്ടായി. അതിനെ വേണ്ട രീതിയിൽ നേരിടുന്നതിനോ അല്ലെങ്കിൽ ആരാണത് വോട്ട് ചെയ്തതെന്നുള്ള ഒരു ക്ലാരിറ്റി വരുത്തുന്നതിനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതുകൂടാതെ തന്നെ തുടർന്ന് ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ കൂടുതലായിട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പരിപാടികളാണ് അയ്യപ്പ സംഗമം. ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് മാർക്സിസ്റ്റുകാർ പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണം നമുക്ക്. ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. ഈ അയ്യപ്പ സംഗമം നടത്തേണ്ടത് സർക്കാരല്ല, ഒരു കാരണവശാലും സർക്കാർ നടത്താൻ പാടില്ല. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കേന്ദ്ര സർക്കാർ നാളെ ശ്രീരാമ സംഗമവുമായിട്ട് വരികയാണെന്നിരിക്കുക, അല്ലെങ്കിൽ ഹനുമാൻ സംഗമമായിട്ട് വരിക എന്ന് പറയുക, അതിന് സർക്കാർ ഒരിക്കലും നടത്താൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ലക്ഷ്യം വെച്ചത് പുറത്തു പറഞ്ഞിരുന്നത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു എങ്കിൽ തന്നെയും ഈ ഇടതുപക്ഷമായി സ്വഭാവമുള്ള ഇടതുപക്ഷ മനസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിട്ട് അത് മാനസികമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എളമരം കരീം ഉൾപ്പെടെയുള്ള ആളുകളുടെ പരാജയം അതെങ്ങനെ സംഭവിച്ചു എന്ന്
ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു. അതിനുശേഷം കേന്ദ്രത്തിൽ ഒരു BJP ഇതര സർക്കാർ വരാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായിട്ടും ആർക്ക് വോട്ട് ചെയ്തത്? UDF അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് സ്വാഭാവികമായിട്ടും LDFന്റെ കൂടെ നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ അത് LDFിലേക്ക് തന്നെ വന്നേനെ. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഞാൻ മേലെ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും LDFിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ അകറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇതുകൂടാതെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്രൂരമായിട്ടാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ. ആ പ്രസ്താവന നടത്തിയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെതിരെ ഒന്നും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ ഈ മലപ്പുറത്തുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വീകരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയും സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുകയും അതിനുശേഷം അവിടെ ഗംഭീരമായിട്ട് മതേതരത്വത്തിൻ്റെ മാണിക്കക്കല്ലാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നൊക്കെയുള്ള പ്രസ്താവന നടത്തിയത്. അതൊക്കെ ഇടതുപക്ഷ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് കാരണം വെച്ചാൽ CPMനെ സംബന്ധിച്ചിട്ട് CPM എപ്പോഴൊരു സെക്യുലറായിട്ട് പോകേണ്ടതാണ്. മതമോ ജാതിയോ ഒന്നും പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കാനും പാടില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചു വേണം CPM മുൻപോട്ട് പോകാൻ എന്നുള്ളതാണ് പല ഇടതുപക്ഷ സഹയാത്രികരുമായിട്ട് സംസാരിക്കുന്ന ഇടത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ വോട്ടുകൾ LDFിൽ നിന്ന് അകറ്റിയത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടൊക്കെ പിന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെയുള്ളത് വളരെ വലിയൊരു ഇതാണ്. കാരണം എപ്പോഴും ഈ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ MR അജിത് കുമാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. MR അജിത് കുമാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ RSSന്റെ നേതാവിനെ കാണാൻ വേണ്ടിയിട്ട് സ്വകാര്യ വ്യവസായിയുടെ കാറിലൊക്കെ പോയി. എന്നാൽ ആ MR അജിത് കുമാറിനെ പിന്നീട് പരിപൂർണമായിട്ടും സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. ഇപ്പോൾ PV അൻവറിനോടുള്ള എല്ലാ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാം, അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളും തെറ്റായിരിക്കാം. എന്നാലും ഇതേപോലെ ആരോപണം നേരിടുന്ന MR അജിത് കുമാറിനെ പോലെയുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിലൂടെ ഒരു MLA തന്നെയാണ് പുറത്തേക്ക് പോയത്. ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതവിടെ ഒരു വശത്ത് നിൽക്കുന്നു, അതിങ്ങനെ നിൽക്കുകയാണ്, അതൊന്നും തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഇടതുപക്ഷ MLA ഉന്നയിച്ച ആരോപണങ്ങൾ അതാർക്കെതിരെയാണ്? അത് ഈ പറഞ്ഞ MR അജിത് കുമാറിനെതിരെയാണ്. എന്നാൽ അദ്ദേഹത്തിനുള്ള RSS ബന്ധങ്ങൾ, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള ചില സമീപനങ്ങൾ, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ ഈ ന്യൂനപക്ഷം സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി എന്നുള്ളതാണ് സത്യം. അതുകൂടാതെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPMഉം BJPയും തമ്മിലൊരു അലയൻസ് ഉണ്ട് എന്ന് ഒരു നരേറ്റീവ് മൊത്തത്തിൽ പ്രചരിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കോൺഗ്രസ് വിജയിച്ചു. അല്ലെങ്കിൽ UDF ഡീൽ എന്നുള്ള രീതിയിൽ, അതായത് CPM BJP ഡീൽ ആണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചു. എന്നാൽ BJPക്കാരുടെ വോട്ട്, ഈ പ്രചരണം കൊണ്ട് 2 നേട്ടമാണ് UDFന് ഉണ്ടായിട്ടുള്ളത്. ഒന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭരണവിരുദ്ധ വികാരമില്ലെങ്കിലും പിണറായി വിജയനോടുള്ള ചില എതിർപ്പുകൾ അത് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വന്നിരുന്നത്. പക്ഷേ എന്തിനാണ് പിണറായി വിജയനെ കുറ്റം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും അറിയില്ല. എന്നാൽ എല്ലാവർക്കും പിണറായി വിജയനോട് എതിർപ്പാണ്. കാരണം കേരളം ഭരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാൾ തന്നെയാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. കാരണം അത് വികസനത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയ ഒരു മുഖ്യമന്ത്രിയല്ലേ. പക്ഷെ കുറ്റം പറയാനില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ്, എന്നാൽ അദ്ദേഹം കുറ്റക്കാരനാണ്. ആ ഒരു മുഖ്യമന്ത്രി രാജിവെക്കണം, ആ ഒരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ UDFന് സാധിച്ചിട്ടുണ്ട്. അത് വലിയ വിജയം തന്നെയാണ്. UDFന്റെ ഒരു പ്രചരണ തന്ത്രമാണ്. അതിനകത്ത് സുനിൽ കനകരൂരിനൊക്കെ നമ്മൾ അഭിനന്ദിച്ച് മതിയാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്ന ഒരു സമയത്ത് ഈ BJPയിൽ തന്നെ ഉള്ള പ്രവർത്തകർ, ഈ BJP തന്നെയുള്ള പ്രവർത്തകർ എന്ത് കരുതുന്നു വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണെങ്കിലും ഈ പ്രാവശ്യം CPM അധികാരത്തിൽ വരാൻ പാടില്ല എന്നൊരു തീരുമാനം പ്രവർത്തകരെടുത്തു. നേതാക്കന്മാർക്ക് വീണ്ടും CPM തന്നെ അധികാരത്തിൽ വരണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തകരെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ BJPയുടെ പ്രവർത്തകരും ഈ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് സാധിക്കാതിരുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാന നിമിഷമെങ്കിലും ശക്തമായ രീതിയിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എങ്കിൽ, കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ നേതാവും NDAയുടെ ഘടകകക്ഷിയുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് വന്നു. കാരണം ന്യൂനപക്ഷങ്ങളെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണോ ഇതെന്നുള്ളൊരു സംശയം വന്നു. അതുകൂടാണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ സംബന്ധിച്ചിട്ട് ഈ കാസ പോലെയുള്ള സംഘടനകളുടെ ഈ വാചകവാടി കാരണം അവരെന്ത് കാണിച്ചതെന്ന് വെച്ചാൽ കുറേ അധികം ക്രിസ്ത്യൻ ആളുകൾ BJPയുമായിട്ട് അടുത്തു.
പക്ഷേ BJP-യുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ക്രിസ്ത്യാനികൾക്ക് BJP ഒരു നീലക്കുറുക്കനാണെന്നും മഴ വന്ന് വെള്ളം വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോകും എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അങ്ങനെ ഈ ഛത്തീസ്ഗഡ് വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് BJP-യുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഛത്തീസ്ഗഡ് ആരെ ഭരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ക്രിസ്ത്യൻ സമൂഹം BJP-യിലേക്ക് പോയ ഒരു കൂട്ടരുണ്ട്. അവർ നേരെ തിരിച്ച് LDF-ലേക്കല്ല പോയത്. ഈ LDF-ൽ ഉണ്ടായിരുന്ന കുറേ ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ് പോയിട്ടുള്ളത് BJP-യിലേക്ക്. അവർ തിരിച്ച് വീണ്ടും UDF-ലേക്ക് വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അവർ തിരിച്ച് LDF-ൻ്റെ ഭാഗമായിട്ടല്ല പോയിട്ടുള്ളത്, അവർ UDF-ൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മൈനോറിറ്റികളുടെ വോട്ട് നഷ്ടപ്പെടുന്നത്, അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആണെങ്കിലും വോട്ടുകൾ നഷ്ടപ്പെടാനായിട്ട് കാരണമായിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് LDF-നെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനു വേണ്ടിയിട്ട് LDF ആയിട്ട് തന്നെ നിലനിൽക്കണം. ഒരു കാരണവശാലും വെള്ളാപ്പള്ളി നടേശൻ്റെയോ അല്ലെങ്കിൽ NSS-ൻ്റെയോ ഒക്കെ പുറകെ പോയി അവരെ ആദരിച്ചിട്ടോ ബഹുമാനിച്ചിട്ടോ കാര്യമൊന്നുമില്ല. അവരൊക്കെ തീരുമാനിച്ചാൽ കേരളത്തിൽ ഒരാളെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ പറ്റത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് LDF-ൻ്റെതായിട്ടുള്ള രീതിയിൽ സമരമുഖത്ത് പോരാടി നേടിയിട്ടാണ് എന്നും CPM അധികാരം പിടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ LDF അധികാരം പിടിച്ചിട്ടുള്ളത്. സമരരംഗത്ത് സജീവമായിട്ട് നിൽക്കുക, കുറച്ചു കാലം ഭരിക്കാനായിട്ടുള്ളൊരു അവസരം UDF-ന് കൊടുക്കുക. UDF-നെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. അപ്പോൾ അവർ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തമാകുമല്ലോ. ഏതൊക്കെയാലും ന്യൂനപക്ഷങ്ങൾ LDF-ൽ നിന്ന് അകന്നിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വീണ്ടും ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ LDF-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം.